ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് കറി ഒന്നും ആവശ്യമില്ല കേട്ടോ. എത്ര വേണമെങ്കിലും ചോറ് നമ്മൾ അറിയാതെ തന്നെ വയറ്റിലോട്ട് പൊയ്ക്കോളും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിലോട്ട് പോവാം. ഈ ചമ്മന്തി ഒരു സ്പെഷ്യൽ ചമ്മന്തി തന്നെയാണ് കേട്ടോ. അങ്ങനെ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ചമ്മന്തി വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ചമ്മന്തി ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക അല്ലേ. പിന്നെ അതുപോലെ ഒപ്പം നല്ല പഴുത്ത മുളക് നോക്കിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം പഴുത്ത മുളക് കൂടി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അതുപോലെ ഒന്ന് വലിയൊരു വെളുത്തുള്ളി നോക്കിയിട്ട് മുഴുവനായിട്ടും തൊലി കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമ്മൾ ചേർത്തിട്ട് വേണം നമ്മുടെ ചമ്മന്തി അരക്കാൻ. അതായത് മുളക് നല്ല എരിവോട് കൂടിയിട്ട് തന്നെ ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കണം. പിന്നെ ഒപ്പം തന്നെ നമ്മുടെ പുളിങ്ങ, അത്യാവശ്യം ഈ ചമ്മന്തിയിലോട്ട് ആവശ്യമായിട്ടുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള പുളിങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടോ അല്ലെങ്കിൽ അമ്മിമേലിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലോട്ട് ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ നമ്മുടെ പഴുത്ത മുളക് സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറായിരിക്കും ഈ ചമ്മന്തിക്ക് ഉണ്ടാവുക. അതുകൊണ്ട് മാത്രമാണ് പഴുത്ത മുളക് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. രണ്ടും ഉപയോഗിച്ചിട്ട് എടുക്കാം. ഇനി കാന്താരി മുളക് വേണമെങ്കിൽ അതും എടുക്കാം. ഇനി പുളിങ്ങയുടെ നമ്മുടെ ആരൊക്കെ കളഞ്ഞ ശേഷം പുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, അത്യാവശ്യം നല്ല ഉപ്പുണ്ടെങ്കിലേ ഉള്ളൂ ചമ്മന്തി അരച്ച് കഴിയുമ്പോൾ പാകത്തിന് ഉപ്പായി കിട്ടുള്ളൂ. ഈ പുളിങ്ങയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം. ഞാൻ വീണ്ടും നോക്കിയിട്ട് ഇനിയും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യം കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നല്ല ചൂടായിട്ടുള്ള കുറച്ച് വെള്ളം, ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ക്രീമാക്കി പേസ്റ്റാക്കി കളയരുത്. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞെടുക്കണം കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മുടെ ആ മുളകിൻ്റെ ആ കുരു ഒന്നും അങ്ങോട്ട് നല്ലോണം അരയാൻ പാടില്ല. അങ്ങനെ അരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാണാനൊരു ഭംഗി നമുക്ക് തോന്നില്ല. ചമ്മന്തി ഇതുപോലെ കുറച്ചൊക്കെ ഒന്ന് ചതഞ്ഞിട്ട് വേണം ഇരിക്കാൻ. ഒരുപാട് അങ്ങ് പേസ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടൂല. ഇനി ഈ ചമ്മന്തി ഞാനൊരു ബൗളിലോട്ട് മാറ്റിയാണ്. ലാസ്റ്റായിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ കൂടി, അതായത് നമ്മുടെ വെളിച്ചെണ്ണ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ചധികം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എരിവുള്ള ചമ്മന്തിയാണ്. പിന്നെ ചമ്മന്തിൻ്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മസ്റ്റായിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടത് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ ആ രുചി മുന്നിട്ട് നിൽക്കുമെന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഒരു സംശയം വേണ്ട കേട്ടോ. നല്ല കിടിലൻ ചമ്മന്തിയാണ്. നമ്മൾ ചെറിയ ഉള്ളി വെച്ചിട്ട് ചമ്മന്തി അരക്കില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ്. അതിലും ടേസ്റ്റ് തോന്നും നമുക്ക്. എന്തായാലും പലർക്കും പല ടേസ്റ്റാണല്ലോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത അവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്